നമസ്കാരം ശശി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ. ഈ പ്രഭാതത്തിൽ ശുഭകരമല്ലാത്ത ഒരു തത്സമയ സംപ്രേഷണവുമായാണ് ഞങ്ങൾ മുന്നിലെത്തുന്നത്. വൈക്കൽ ഒഴുകുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാർ വലിയൊരു കുഴിയിലേക്ക് മറിയുകയും അത് കത്തിക്കരിയുകയും ഓടിച്ചിരുന്നാൽ കത്തിക്കരിഞ്ഞ് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയും ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് ശശി ടി വി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ വിവരങ്ങൾ അറിയുവാൻ തന്നെ ദൃക്സാക്ഷികളൊന്നും സമയത്തില്ലായിരുന്നു എന്നാണ് ഇവിടെ വന്ന അന്വേഷണത്തിൽ കഴിഞ്ഞത്. തത്സമയ ദൃശ്യങ്ങൾ ഒഴുകുപാറയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടമാണ്. ഒരു കാർ ഒരു നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയും ഒപ്പം അത് തീപിടിക്കുകയും അതിനകത്തുണ്ടായിരുന്ന ഒടിച്ചിരുന്നാൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട ഒരു ദാരുണ ദൃശ്യത്തിലേക്കാണ് ശശി ടി വി രാവിലെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 10-50 അടി താഴ്ചയിലേക്കാണ്, ആ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ദൃശ്യം കണ്ടാൽ മനസ്സിലാക്കും. ആ താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിയുക ഉണ്ടായത്. സംഭവ സ്ഥലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം. വൈക്കൽ ഒഴുകുപാറയ്ക്കലാണ് ഇന്നലെ രാത്രിയിൽ ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും മറിഞ്ഞിരുന്നെങ്കിൽ ഈ കാണുന്ന ഈ താഴ്ചയിലേക്ക് ഈ വാഹനം പതിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ഒരു മൺതിട്ടയിൽ തട്ടി നിൽക്കുകയും ഒപ്പം തീ പിടിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് കാഴ്ചയിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഒരു പുതുവത്സരത്തിൻ്റെ 2ാം ദിവസം ഇത്തരം ദാരുണമായ ഒരു വാർത്ത എത്തിക്കുന്നതിൽ ശശി ടി വിക്ക് ഖേദമുണ്ട്. വൈക്കൽ ഒഴുകുപാറയ്ക്കൽ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ ഒരു വാഹന അപകടമാണ്. അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന കത്തിക്കരിഞ്ഞ നിലയിൽ അവശേഷിക്കുകയാണ് ചെയ്തത്. സജീവ് വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒഴുകുപാറയ്ക്കൽ, അതായത് കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് വൈക്കൽ ഒഴുകുപാറയ്ക്കലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു വാഹനം മുകളിൽ നിന്ന് ആൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി ഉൾപ്പെടെയുള്ള സംഭവം. വാഹനത്തിനകത്ത് ഒരാൾ മരിച്ച നിലയിലാണ് വാഹനം. അപകടമാണോ മറ്റോ ഒന്നും അറിയില്ല. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ലൈവ് വാർത്തകളാണ് നടക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈക്കൽ ഒഴുകുപാറയ്ക്കൽ ഇന്നലെ ഉണ്ടായൊരു വാഹന അപകടത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ശശിയുടെ പ്രേക്ഷകർ കാണുന്നത്. വാഹനം വളരെ താഴ്ചയിലേക്ക് മറിയുകയും ഒപ്പം വാഹനത്തിന് തീ പിടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ആൾ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ വാഹനത്തിൽ
അകപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ബന്ധപ്പെട്ട പോലീസ് അധികൃതർ സംഭവ സ്ഥലത്തെത്തി നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നു. വളരെയധികം താഴ്ചയിലേക്കാണ് ഈ വാഹനം വന്നെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊല്ലം ജില്ലയിലെ വൈക്കൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുന്ന സ്ഥലമാണ് ഈ ഒഴുകുപാറയ്ക്കൽ. ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു വാഹനാപകടത്തിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 50 അടിയോളം താഴ്ചയിൽ ഒരു വാഹനം മറിയുകയും ആ കാറിലുണ്ടായിരുന്ന ആൾ കത്തിക്കരിഞ്ഞ നിലയിൽ വാഹനത്തിൽ അവശേഷിക്കുമാണ് ഉണ്ടായത്. പക്ഷെ സംഭവത്തിൻ്റെ സാക്ഷികളോ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പൂർണ്ണമായ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഈ അപകടത്തിൻ്റെ കാര്യം എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് ആർക്കും ഒന്നും അറിയില്ല എന്നാണ്. കാരണം രാത്രിയിൽ നടന്ന സംഭവമായതുകൊണ്ട് ആരും അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുകയും ഇതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാഴ്ചയായി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യം ബൈക്കിൽ ഒരു വാഹനാപകടം നടന്നിരിക്കുന്നു. വളരെ താഴ്ചയിലേക്ക് ഒരു വാഹനം മറിയുകയും ഒപ്പം തന്നെ വാഹനത്തിൽ തീ ഉണ്ടാവുകയും ആ തീപിടുത്തത്തിൽ ഓടിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെടുന്ന ഒരു തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. അതിരാവിലെ ടാർപ്പിങ്ങിനായി എത്തിയ തൊഴിലാളികളാണ് ഈ വാഹനം കത്തിക്കരിഞ്ഞ നിലയിൽ ഈ അപകടം നടന്നതായി അറിയിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ആരും തന്നെ തത്സമയ ഈ ദൃശ്യം കണ്ടിട്ടില്ല. അത് ചോദിച്ചവരൊക്കെ പറയുന്നത് രാവിലെ ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യാൻ വന്ന സമയത്ത് ഈ വാഹനം ഇത് രൂപത്തിൽ മറിഞ്ഞു കിടക്കുന്നത് കണ്ടു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതൊരു ദാരുണമായ വിഷയമാണ്. ഇത് ഒഴുകുപാറയ്ക്കൽ, അതായത് വയക്കൽ ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള സ്ഥലത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഈ വാഹനം തന്നെ ഇനിയും അങ്ങ് ഉയരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ വലിയ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഇത് ഇവിടുന്ന് മുകളിലേക്ക് എത്തിക്കാൻ കഴിയൂ. അതും അത്രയും താഴ്ചയിലേക്കാണ് ഈ വാഹനം പതിച്ചിരിക്കുന്നത്, മറിഞ്ഞിരിക്കുന്നത്. സംവിധാനം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ വാഹനം മുകളിലേക്ക് കഴിയൂ. എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതേക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും വാഹനം മുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ആലോചിക്കുക. എന്തായാലും ഇപ്പോൾ തത്സമയം അവരുടെ ഇതിൻ്റെ നിയമ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു തിരക്കിലാണ്. അതിനുശേഷമായിരിക്കും ഇത് മുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ എന്ന് ആലോചിക്കുക. വളരെ താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദയനീയമായ കാഴ്ച. ഉയരത്തിലാണ് അവർ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത്രയധികം താഴ്ചയിലേക്കാണ് ഈ വാഹനം വീണിരിക്കുന്നത്. ഇത് വയക്കിൽ ഒഴുകുപാറായ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് പോകാം ഞാനിങ്ങനെ താഴെ വന്നുപോയി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും പോകാം. അങ്ങനെ ഞാൻ നോക്കട്ടെ. ഭയങ്കര താഴ്ച. വയക്കൽ ഒഴുകുപാറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ ഒരു വാഹന അപകടമാണ്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ സാക്ഷി ടി വി തത്സമയം പ്രേക്ഷകരിലേക്ക് സാക്ഷി ടി വി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റു ദൃശ്യങ്ങളിലേക്ക് ഒരല്പസമയത്തിനുള്ളിൽ നമുക്ക് വരാം. ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്നോ എങ്ങനെയാണ് സംഭവിച്ചതോ എന്നതൊക്കെ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അവരതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ വാർഡ് മെമ്പർ അടക്കമുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ലഭ്യമാകൂ എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്.
എന്തായാലും സാധാരണക്കാരെ ആരും തന്നെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങാനോ മറ്റൊന്നിനും പോലീസ് അനുവദിച്ചിട്ടില്ല. അവരൊക്കെ തന്നെ വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് ഈ ദൃശ്യം കാണുക മാത്രമാണ് ചെയ്യുന്നത്. വൈക്കൽ ഒഴുകുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇന്നലെ ഈ അപകടം നടന്നിരിക്കുന്നത്. കാറ് കൊക്കയിലേക്ക് ഈ മറിയുന്നതിനൊപ്പം തന്നെ ഈ താഴ്ചയിലേക്ക് ഒപ്പം തന്നെ വാഗനാർ കാറാണ്, വൈറ്റ് കളർ വാഗനാർ കാറാണ്. അപ്പോൾ തന്നെ ഇപ്പം തീപിടിക്കുകയും കാറിലുണ്ടായിരുന്ന ആൾ കത്തിക്കുന്ന നിലയിലുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആണെന്നുള്ള ഒരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. എന്ത് തന്നെയായാലും രാത്രിയോട് കൂടിയായിരിക്കാം കാറിന്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും. ടയറുടെ എല്ലാ ഭാഗങ്ങളിലും ഈ വാഹനത്തിൻ്റെ ഉടമയും ഇത് പ്രദേശവാസിയാണ് എന്ന് പോലീസ് ഒരു സംശയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാൻ കഴിയുന്നത് അഞ്ചൽ പോലീസ് ഒരു മിസ്സിംഗ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു പറയുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അതുപോലെ വരികയാണ്. ഒന്നും കിട്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. അതെടുക്കാം ആള് വരുന്നു ദൂണ്ട ബാക്കിൽ. അത് ഞാൻ കാണിക്കാത്ത അവിടെ നിന്ന് താഴെ നിന്ന് കാണിക്കാമായിരുന്നു, കാണിക്കത്തില്ല. ഞാൻ ഇറങ്ങാത്ത ബാക്കിൽ നിന്ന് കാണിക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഒരു സൈഡ് കാണിക്കാം. കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ കാരണം കാണിക്കില്ല, കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇൻട്രസ്റ്റ് നടപടികൾ പോലീസ് വളരെ ദാരുണമായ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വളരെ ഖേദകരമായ ഒരു വാർത്തയാണ്. എങ്കിലും പ്രേക്ഷകർ സംഭവങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ ഭാഗമായതുകൊണ്ട് എത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് വൈക്കൽ
ഒഴുകുപാറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് ഒരു ഭാഷ്യം പറയുന്നുണ്ട്. എന്തായാലും രാവിലെ ട്രാഫിക് തൊഴിലാളികളാണ് ഈ വിവരം പോലീസിലേക്ക് അറിയിക്കുന്നത്. നിഗമനങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും ഒന്നും നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കാതെ അതിലേക്കൊന്നും പോകാൻ കഴിയില്ല. പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ആദ്യത്തെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും തിരക്കിലാണ്. അതിനുശേഷമായിരിക്കാം ഈ വാഹനം എത്തിക്കുന്നത്. മറ്റന്വേഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എങ്ങനെ ക്രെയിൻ എത്തറില്ല. സംവിധാനം ഉണ്ടെങ്കിൽ ഈ വാഹനം മുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. വളരെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ സജി അദ്ദേഹം വന്ന വഴി തന്നെ ഏരിയയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിലേ കയറി വാ, പിടിക്കണോ? ഇതിലെ അങ്ങോട്ട് പോയാൽ അതിലെ ആ സൈഡിൽ കൂടെ അങ്ങ് കയറാം. പിടിക്കണോ? കയറാം. വളരെ വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒഴുകുപാറ സ്വദേശി ലെനീഷ് റോബിനാണ് മരണപ്പെട്ടത്. സൂചന കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കാണാതായിരുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ പരാതി അഞ്ചൽ പോലീസ് എത്തുന്നത്. 38 വയസ്സുള്ള ലെനീഷ് റോബിൻ എന്ന ഒഴുകുപാറ സ്വദേശിയുടെ മൃതദേഹമാണ് ഒഴുകുപാറയ്ക്കൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു നിർണായകമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയാണ്. ഈ മരണപ്പെട്ട ആൾ ഈ ആൾ എന്ന് പറയുന്നത് ഒഴുകുപാറ സ്വദേശി ലെനീഷ് റോബിൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് നമുക്ക് ഒരു വിവരം ലഭിക്കുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തന്നെ കാണാതായിട്ടും വീട്ടുകാർ അഞ്ചൽ പോലീസിൽ പരാതി കൊടുത്തതുമായിട്ട് അറിയുന്നു. 38 വയസ്സ് മാത്രമേ ലെനീഷ് പ്രായമുള്ളൂ എന്നും നമുക്കറിയാൻ കഴിയുന്നു. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാനുണ്ട്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ചാണ് ഈ പേര് നമ്മൾ പുറത്തുവിടുന്നത്. അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു പരാതി പോലീസിൽ രേഖപ്പെടുത്തിയെന്ന് അറിയാൻ കഴിയുന്നു. തീർച്ചയായിട്ടും അത്രയും താഴ്ചയിലേക്ക് വരുമ്പോൾ ആ വാഹനം വരുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ കാണില്ല എന്നുള്ളതും പോലീസിനെ കുറിക്കുന്ന അന്വേഷണത്തെ വലയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കൊല്ലം ജില്ലയിലെ വൈക്കൽ ഒഴുകുപാറയ്ക്കലാണ് സംഭവം. ഒഴുകുപാറയ്ക്കൽ സ്വദേശി ലെനീഷ് റോബിൻ എന്ന 38 വയസ്സുകാരൻ്റെ മൃതദേഹമാണ് രാവിലെ ഓടിക്കുകയാണ്. എന്നാൽ ഈ രാവിലെ ഈ സംഭവങ്ങളെ പോലീസിനെ അറിയിക്കുന്നത് 7 മണിയോടെ ഓടുകയാണ്. ഇത് തന്നെയായി ഈ വാഹനം ഇത്രയും അടിത്താഴ്ചയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കാര്യമായി വായിക്കാൻ സാധിക്കും. കാര്യം ഒരു തരത്തിലും വാഹനങ്ങൾ വന്നാൽ പാടുകൾ പോലീസിനെ കാര്യങ്ങൾ റോബിൻ എന്ന് പറഞ്ഞ ആളുടെ തന്നെ സ്ഥിരീകരിച്ച സാറേ. പരാതി അഞ്ചൽ പോലീസിന് നൽകുന്നത് രാവിലെയാണ്. തുടർന്നാണ് ഈ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ മൃതദേഹം തിരിച്ചറിയാത്ത തരത്തിലുള്ള ഇതുകൊണ്ടാണ്. എന്നാൽ വാർഡ് മെമ്പർ അടക്കമുള്ളവരുടെ സ്ഥലത്തെത്തി
പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാണുന്നത് വൈക്കൽ ഒഴുകുപാറയിൽ ഇന്നലെ നടന്ന ഒരു വാഹന അപകടത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പ്രചരിക്കുന്നത് ഈ ഒഴുകുപാറ സ്വദേശി എന്നാണ് നിഗമനമാണ് ലഭിക്കുന്നത്. സ്റ്റേഷൻ പരിധി സ്ഥലവും ചടയമംഗലം നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണ കാര്യങ്ങൾ നടന്നു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനുണ്ട്. തൽക്കാലം നന്ദി, നമസ്കാരം. ഒഴുകുപാറയിൽ പേഷൻ ഈ വാർത്ത രാജ്ഭവൻ